സുബൂറാ. കള്ള് കുടിക്കുന്ന മനുഷ്യ, ചീട്ട് കളിക്കുന്ന മനുഷ്യ, പലിശ വീടിക്കുന്ന മനുഷ്യ, വ്യഭിചാരത്തിന്റെ പടുകുടിയിലേക്ക് അകപ്പെട്ടു പോകുന്ന മനുഷ്യ. ഇന്ന് വ്യഭിചാരമെന്ന് പറയുമ്പോ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, സ്കൂളുകളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട നിന്റെ പെങ്ങളെ പോലെയുള്ള പെൺകുട്ടികളെ നോക്കിയിട്ട് അവരുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നീ പായിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ. ഇന്നിവിടെ ഈ വാലിന്റെ സദസ്സില് ഇന്ന് പരിപാടി വച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ എന്റെ യുവാക്കളാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയാ, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് ഞങ്ങൾ പോകല്ലേ. നീ ഇനി എത്ര പെൺകുട്ടികളെ നോക്കിയാലും ആരുടെയൊക്കെ മക്കളെ നോക്കിയാലും ശരി തന്നെ, അല്ലാഹു നിനക്കൊരെണ്ണത്തിന് നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു പെണ്ണും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് പോവുക? അതുകൊണ്ട് പഠിച്ചോ, ഇദാ ഉൽഖൂ മിൻഹാ, ആ നരകത്തിന്റെ ഇടുങ്ങിയ കുഴിയില്ലേ, ഓ കുഴിയിലേക്ക് അങ്ങിട്ട് പോയാ, ഓ കുണ്ടിലേക്ക് അങ്ങിട്ട് പോയാ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ അനങ്ങാൻ കഴിയില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കണ്ട, അല്പമെങ്കിലും ചൂടം നടവാകുമെന്ന് വിശേഷിപ്പിക്കണ്ട. ഒലിക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്, ഒലിക്കുന്ന ചീഞ്ചലമാണ് നരകത്തിൽ കിടക്കുന്നത്. കിടക്കുമ്പോൾ അതിങ്ങനെ കോരി നിനക്കങ്ങോട്ട് തരുന്നത്. ചൂടേറ്റുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോ, ഓ തീക്കുണ്ടിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അവരത്ത് മറക്കാതെ പോകുന്ന പെണ്ണ്, ഈ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നരകത്തിന്റെ കുഴിയിൽ പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു പോകല്ലേ ചെറുപ്പക്കാരാ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, തിളയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, ദ്വാര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. ഇന്ന് ഹറാമിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ പടുകുടിയിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പോയി കഴിഞ്ഞാ എന്റെ മുസ്ലിമേ, നരകത്തിന്റെ പടുകുടിയെ സൂക്ഷിക്കണം. അതിൽ പെട്ടുപോയാൽ അല്ലാഹുവേ കുറച്ച് സമയം എനിക്കൊന്ന് തന്നു പോയാൽ, ഇനി ഞാൻ വന്നുകൂടി ദുനിയാവിലേക്കൊന്ന് കടന്നു പോയാൽ ഇനി ഹറാമ് ചെയ്യില്ല അല്ലാ, ഹറാമ് ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു നിന്റെ വായ്ക്കകത്തേക്ക് തിളയ്ക്കുന്ന ചീഞ്ചലം ഒഴിക്കുകയാണ്. ചൂടേറ്റ് മുഖമല്ല ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതി ുള്ള തോലിളകുന്നതാ. ആർത്തിയോടുകൂടി ആ ചീഞ്ചലമുള്ള പാത്രം അങ്ങോട്ട് വായ്ക്കകത്തോട്ടടിപ്പിക്കുമ്പോ നിന്റെ മുഖത്തിന്റെ തോലുരിഞ്ഞു പോയില്ലേ, നിന്റേതായിട്ടുള്ള മുഖത്തിന്റെ തോലുരിഞ്ഞു പോയില്ലേ, തോലൊക്കെ ഉരിഞ്ഞു പോയി, അസ്ഥികൾ വെളിയിലേക്ക് ഇങ്ങനെ കാണുകയാണ്. അവരവസ്ഥ വരാതിരിക്കണമെങ്കിൽ ദുനിയാവിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടത്തെ ജീവിതം നമുക്ക് നല്ലതല്ല, ഇവിടത്തെ ജീവിതം നമുക്ക് ശാശ്വതമല്ല. എല്ലാവരെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകേണ്ടുന്നൊരവസ്ഥ വരും. ഓ പോക്ക് എവിടേക്കാ? സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ മുഴുവൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ ഇന്ന കുറ്റങ്ങൾ ചെയ്തവനാ, ഇന്ന വൃത്തികേടുകൾ ചെയ്തവനാ, ഇന്ന ആഡംബരത്തിലേക്ക് പോയവനാ, അതുകൊണ്ട് റബ്ബേ
അതുകൊണ്ട് പടച്ചവരെ ഞാനതാ നിന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഇനി എന്റെ ഭാര്യന്റെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാം, എന്റെ മക്കളുടെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാം, എന്റെ അയൽവാസിയെ ഞാൻ ഇന്ന് ഉപദ്രവിക്കൂല, എന്റെ സഹോദരൻ ഞാൻ ഇന്ന് ചീത്ത വിളിക്കൂല, അവന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല. മുസൽമാന്റെ കടമയിൽപ്പെട്ട ഒന്നാമത്തെ കടമ കഴിഞ്ഞു, രണ്ടാമത്തെ കടമ കഴിഞ്ഞു, മൂന്നാമത്തെ കടമ ഏതെന്നറിയോ? അവന്റെ കുടുംബ ജീവിതം തമ്മിൽ താറുമാറായിട്ടുണ്ടോ, അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ, ആ കുടുംബ ജീവിതത്തെ അവൻ ഒന്നാക്കട്ടെ. അങ്ങനെ അവന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വെറുപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഉപ്പാനെ വെറുപ്പിച്ചുകൊണ്ട്, സഹോദരങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോയാ എന്റെ ശബ്ദം ശ്രവിച്ച ഇത്രയും നേരം ക്ഷമയോടെ നല്ല മനസ്സോടുകൂടി ഇവിടെ തമാശകളില്ലെങ്കിലും കോമഡി ഇല്ലെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് കേട്ട നല്ല മനുഷ്യരെ, കുടുംബ ബന്ധം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വാല് കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളോട് ആരോടെങ്കിലും പിണക്കമായിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല, എന്റെ ഭാര്യന്റെ കുടുംബക്കാരോട് മിണ്ടാതിരിക്കില്ല, എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കുടുംബക്കാരോട് മിണ്ടാതിരിക്കില്ല, എല്ലാവരോടും ഞാൻ അസ്സലാമു അലൈക്കും അങ്ങോട്ട് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. അവരെ സലാം അടക്കുകയില്ല എങ്കിൽ നിനക്ക് കുഴപ്പമില്ല, നീ ചെന്നുകൊണ്ട് മിണ്ടണം, നീ ചെന്നുകൊണ്ട് സംസാരിക്കണം. അവർക്ക് രോഗിയായ നീ അവരുടെ വീട്ടിലേക്ക് പോകണം. അവർക്ക് മാത്രമല്ല അക്രിം ജാറക വലൗ കാന കാഫിറാ, നിന്റെ പ്രിയപ്പെട്ട നിന്റെ കുടുംബക്കാരെന്ന് മാത്രമല്ല നിന്റെ അയൽവാസികളാണെങ്കിൽ പോലും അവർ രോഗിയായിട്ട് കിടന്നാൽ, അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ നീ അവിടെ ചെല്ല്. അക്രിം ജാറക വലൗ കാന കാഫിറ, നിന്റെ വീട്ടിനപ്പുറത്തുള്ളത് ഒരു അമുസ്ലിം ആകട്ടെ, അതല്ല ഇനി ഏത് ജാതിക്കാരനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, അവനെ നീ സ്നേഹിക്കണം, അവനെ ബഹുമാനിക്കണം. അവനിക്കൊന്ന് രോഗിയായാൽ അവനൊരു ഹിന്ദു മതത്തിൽപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാം. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. വിശുദ്ധമാക്കപ്പെട്ട നബി തങ്ങൾ ഓരോ മുസ്ലിമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഏതെങ്കിലും ഒരു അമുസ്ലിം രോഗിയായിട്ട് വീട്ടിന്റെ അകത്തട്ടിൽ എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്നു പോയാ അവനെ നീ എടുക്കണം, നല്ലതുപോലെ ശുശ്രൂഷിക്കണമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായക, മദീനത്തെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു മനുഷ്യന് മാത്രമല്ല, മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകളോടും പറയാം, ഹറാമിലേക്ക് ഞങ്ങൾ പോകരുത്. പോയാൽ ഇവിടെ പറഞ്ഞതുപോലെ നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകും. അല്ലാഹുവേ, എന്റെ ശബ്ദം ശ്രവിച്ച് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഒരാളെയും നീ നിന്റെ നരകത്തിന്റെ പടുകുഴിയിൽ കടത്തല്ലേ റഹ്മാനെ. ആത്മാർത്ഥമായിട്ട് അമീൻ പറഞ്ഞോളൂ. എന്റെ ദുആക്ക് ഒരു പവറില്ല, നിങ്ങൾക്ക് ആ പവർ. അല്ലാഹു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗം കൊടുക്കണേ റഹ്മാനെ, സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നരകത്തിലേക്ക് പോകരുത്. അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കുകയാ, എപ്പോഴാണ് വിട പറഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല, ഏത് സമയത്താണ് വിട പറഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. കൂടിപ്പോയാൽ 10 മിനിറ്റ് കൂടി. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ നായകൻ പറഞ്ഞു, ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ അവന്റെ മരണം അവന്റെ കൂടെയുണ്ടെന്ന് അവൻ മനസ്സിലാക്കണം. ജിന്ദഗി ഇൻസാൻ കി മാനിന്ദ മുർവേ ഖുശ്നുവാ ഷാദുപി പൈദാ കോയിദം ശഗശഗയാ ഉദ്ഗയാ ഓ രഹി ഹേ ഉമർ ദമസ്കം ചുക്ക ചുക്ക റഫ്ക റഫ്ക ദംബദം. വെള്ളത്തിലേക്കിടുമ്പോ ആ ഐസ് കട്ടി എപ്രകാരമാണ് അലിഞ്ഞു ചേരുക, ഇതേപോലെയാണ് ഓരോരോ വ്യക്തിയുടെയും ആയുസ്. ജിന്ദഗി ഇൻസാൻ കി, മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാനിന്ദ മുർവേ ഖുശ്നുവാ, ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് പാടുന്ന ഒരു കിളിയെ പോലെയാ. ഷാഹുപി പൈദാ കോയിദം ശഗശഗയാ ഉദ്ഗയാ. ഏതെങ്കിലും ഒരു കുട്ടിയോ
ഏതെങ്കിലും ഒരാളോ ആ കിളിയുടെ പാട്ടെന്ന് കേൾക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ കിളി വളരെ പെട്ടെന്ന് ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നു പോവുകയാ. ഇതേപോലെയാണ് മനുഷ്യന്റെ ആയുസ്. അതുകൊണ്ട് വമാ തദ്രി മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ചെയ്യാൻ പോകുകയെന്ന് എനിക്കോ നിനക്കോ പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇതൊരു ഉൾപ്രദേശമാണെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്നെന്റെ വാതുകക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ ഉപ്പയെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ സഹോദരനെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞാൻ നിങ്ങളോട് പറയാ, വമാ തദ്രി മാദാ തക്സിബു ഗദാ, നാളെ ഞാനും നിങ്ങളും ഇതേപോലെ നാളെ വന്നിരുന്നുകൊണ്ട് വാത് കേൾക്കാൻ പറ്റുമെന്ന് കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഗൾഫ് രാജ്യത്തേക്ക് ഇന്ന് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക. അവിടെ സുൽഫി എന്ന് പറയുന്ന 27 വയസ്സുള്ളൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് 12ാമത്തെ വീടാണ് കണകൂട്ടിയപ്പോ ആ സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരിൽ സദാ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നൊരു പൊന്നുമോനുണ്ട്. ആ പ്രിയപ്പെട്ട പിച്ച വെച്ച് നടക്കാൻ ഒരുങ്ങുന്ന പൊന്നുമോന് ഒരു നോക്കുന്ന കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സുൽഫിയതാ പാസ്പോർട്ടും വിസയുമെല്ലാം എടുക്കുകയാ. നാട്ടിലേക്കൊന്ന് വരണമല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് കാണണമല്ലോ, എന്റെ പിച്ച വെച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് കാണണമല്ലോ, ഈ ഒരു ആഗ്രഹത്തോടുകൂടി കടന്നു വരികയാണ്. ആ സുൽഫി എന്ന് പറയുന്ന 27 വയസ്സുള്ള പൊന്നുമോന്റെ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ നൂറ് ചിന്തയാ. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഇതേപോലെ പൊന്നാനിയിലെ വാദം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട അനുജൻ വിളിച്ചുകൊണ്ട് പറയാ, നമ്മുടെ വീട്ടിനടുത്തുള്ള സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി, അവന്റെ ജനാസ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരാ ഒരുങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയില്ലേ? ഇത് കേട്ടുകൊണ്ട് ആ കുടുംബക്കാര് പൊട്ടിത്തകർന്നു പോയില്ലേ? പിച്ച വെച്ച് നടക്കുന്ന പൊന്നുപോലെ ഒരു നോക്കൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് വരാനിരുന്ന ആ പ്രിയപ്പെട്ട യുവകോമളൻ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? 60 വയസ്സ് വേണമെന്നില്ല, 20 വയസ്സ് വേണമെന്നില്ല, 10 വയസ്സ് വേണമെന്നില്ല, 90 വയസ്സ് വേണമെന്നില്ല, അസ്റായീൽ എപ്പോഴും കടന്നു വരാ. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ? അല്ലാഹുവേ, ഇനി ഈ നാട്ടിൽ അപകടമുണ്ടാ എന്നൊരു വാർത്ത നീ കേൾപ്പിക്കല്ല റബ്ബേ. ഇവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയുമ്പോ എന്റെ ദുആക്ക് പവറില്ലെങ്കിലും ഇവിടെ ഇരിക്കും ആളുകളുടെ ആമീന് പവറുണ്ടല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഇനി യഥാ നമ്മുടെ ചെറുപ്പക്കാർ അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരിച്ചു എന്നുള്ള ഒരു വാർത്ത ഒരൊറ്റ മാതാപിതാവിന്റെ കർണപുടങ്ങളിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മുസ്ലിമായിട്ട് ജീവിച്ചോ ചെറുപ്പക്കാരാ, ഈമാനോടുകൂടി ജീവിച്ചോ ചെറുപ്പക്കാരാ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചോ ചെറുപ്പക്കാരാ, മോശമായിട്ട് നടക്കല്ലേ ചെറുപ്പക്കാരാ, ശംഭുവും ഗണേശം പാമ്പിലാക്കും കള്ളം കഞ്ചാവും ഒക്കെ ഉപേക്ഷിക്കണേ ചെറുപ്പക്കാരാ. ചെറുപ്പക്കാരന് വേണ്ടി മാത്രമല്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, അതുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഞങ്ങൾ ചെയ്യല്ലേ, നമ്മൾ പ്രവർത്തിക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഷബീർ ദാരിമി ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടി പറയുമ്പോ നിങ്ങളത് കേൾക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് പോകല്ലേ. മനസ്സിരുത്തിക്കോ ചെറുപ്പക്കാരാ, ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുത്തുമെന്നുള്ള അടിയുറച്ച ചിന്തയോടുകൂടി എഴുന്നേറ്റ് പോകണേ. അല്ലാഹു അങ്ങനെയുള്ള ഉത്തമ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ.